എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൈക്ക് ഡ്രൈവിംഗ് നമുക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ പഠിക്കാം എന്നുള്ളതാണ്. ഈ ഒരു വീഡിയോയിലൂടെ പൂർണ്ണമായിട്ടും ബൈക്ക് പഠിക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് ബൈക്ക് ഓടിക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. അതിന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ബൈക്ക് ഡ്രൈവിംഗ് പഠിച്ചെടുക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിനുശേഷം എങ്ങനെയാണ് നിങ്ങൾ പ്രോപ്പറായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളതും പറഞ്ഞു തരാം. ഓക്കെ, നിങ്ങൾ എന്തായാലും വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബൈക്ക് എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാൻ പഠിക്കാം എന്നുള്ളതാണ്. ഒരുപാട് പേര് കമൻറ്റ് ബോക്സിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ എങ്ങനെയാണ് ഒരു ടൂ വീലർ ഓടിച്ച് പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ വണ്ടി ഓടിച്ച് തന്നെ നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യമായിട്ട് പറയാം. അതായത് ഹാൻഡിലിൻ്റെ വലത്തെ സൈഡിൽ ഈ കാണുന്നതാണ് വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ. നമുക്ക് വാഹനത്തിൻ്റെ വേഗത കൂട്ടുവാനും അതോടൊപ്പം തന്നെ വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കുവാനായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന ആക്സിലറേറ്റർ. അതിനോടൊപ്പം മുന്നിലായിട്ട് കാണുന്നത് വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്കാണ്. ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ രണ്ട് വിരൽ ഉപയോഗിച്ച് നിങ്ങൾ ചെറുതായിട്ട് സപ്പോർട്ടിനായിട്ട് ഈ ഫ്രണ്ട് ബ്രേക്ക് ഉപയോഗിക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. പിന്നെ ഈ മുന്നിൽ കാണുന്നത് വാഹനത്തിൻ്റെ എൻജിൻ സ്വിച്ചാണ്. നമ്മൾ ഈ എൻജിൻ സ്വിച്ച് ഓൺ ആക്കിയതിന് ശേഷമാണ് വാഹനം സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മുന്നോട്ടെടുക്കുന്നത്. പിന്നെ വാഹനത്തിൻ്റെ ഇഗ്നീഷൻ സ്വിച്ച്, വാഹനത്തിൻ്റെ കീ ഇടുന്ന ഇഗ്നീഷൻ സ്വിച്ച്. ഈ ഇഗ്നീഷൻ സ്വിച്ച് നമ്മൾ മുന്നോട്ട് ഇട്ടതിന് ശേഷം വാഹനത്തിൻ്റെ ഗിയർ ന്യൂട്രാക്കിയതിന് ശേഷമാണ് നമ്മൾ എൻജിൻ സ്വിച്ച് ഓൺ ആക്കിക്കൊണ്ട് സെൽഫ് അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇടത്തെ സൈഡിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് വാഹനത്തിൻ്റെ ക്ലച്ചാണ്. നമ്മൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന എല്ലാ സാഹചര്യങ്ങളിലും ക്ലച്ച് പൂർണ്ണമായിട്ടും അമർത്തിയതിന് ശേഷമാണ് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് വാഹനം മുന്നോട്ട് ഓടിക്കുന്നത്. നമ്മളുടെ ഇടത്തെ കാലിനോട് ചേർന്ന് താഴെ കാണുന്നത് വാഹനത്തിൻ്റെ ഗിയർ ലിവറാണ്. നമുക്ക് ഓരോ ഗിയറും അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യാനായിട്ടുള്ള ഒരു ഗിയർ ലിവർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് പൾസർ 150 ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെയായിട്ട് ഫസ്റ്റ് ഗിയറും തൊട്ട് മേളിൽ ന്യൂട്രൽ, പിന്നെ സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് എന്ന് പറഞ്ഞാണ് വാഹനത്തിൻ്റെ ഗിയർ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഒന്ന് ഓർത്തിരിക്കുക. ഇനി ഗിയർ ഷിഫ്റ്റ് ചെയ്ത് നമ്മളൊരു വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിൽ എപ്പോഴും ഫസ്റ്റ് ഗിയർ കൊടുത്ത് മാത്രമേ നിങ്ങളൊരു വാഹനം മുന്നോട്ടെടുക്കുവാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല, നമുക്ക് നിർത്തിയ ഒരു വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള ഒരു ടോർക്ക് വാഹനത്തിന് വേണം. അപ്പോൾ അത്രയധികം ഒരു ടോർക്ക് എപ്പോഴും കൊടുക്കാൻ സാധിക്കുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്തൊരു വാഹനം മുന്നോട്ട് എടുക്കുന്നത്. ബൈക്കിൻ്റെ വലത്തെ സൈഡിൽ നമ്മളുടെ കാലിനോട് ചേർന്ന് കാണുന്നതാണ് വാഹനത്തിൻ്റെ ഫുട് ബ്രേക്ക്. നമ്മളുടെ വാഹനത്തിൻ്റെ അതായത് ബൈക്കിലെ ബ്രേക്കാണ്. നമ്മൾ വാഹനം നിർത്തുന്ന അവസരങ്ങളിലെല്ലാം ഈ ഒരു ഫുട് ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ഓൾറെഡി വണ്ടി ഗിയറിലാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലച്ചും കൂടി പിടിച്ചാണ് ഒരു വണ്ടി നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഗിയർ കൊടുത്ത് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഓക്കെ, ഓൾറെഡി വണ്ടിയുടെ ഗിയർ ന്യൂട്രലിലാണ്. ഞാനിത് സെൽഫ് അടിച്ച് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ്. നിങ്ങൾ നോക്കുക, ഇപ്പോൾ വാഹനം സ്റ്റാർട്ടായി. ഇനി നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഫസ്റ്റ് ഗിയർ കൊടുക്കണം. അതിനായിട്ട് ഞാനിത് ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുന്നു, ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു. നിങ്ങൾ നോക്കുക, ഞാനിത് ഫസ്റ്റ് ഗിയർ കൊടുത്തു. കണ്ടില്ല, ഇവിടുത്തെ ആ ലൈറ്റിംഗ് മാറി ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു. ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴെ കിടക്കുന്ന ഗിയറാണ്. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് നിങ്ങളുടെ വലത്തെ കാലെടുത്ത് ജസ്റ്റ് ഫുട് ബ്രേക്കിലൊന്ന് വെച്ചേക്കുക. കാരണം നമുക്ക് വാഹനം മുന്നോട്ടെടുക്കുമ്പോൾ പെട്ടെന്നൊന്ന് നിർത്തണമെന്നുണ്ടെങ്കിൽ ഈ ബാക്കിലെ ബ്രേക്ക് ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ, അതിനോടൊപ്പം തന്നെ ഫ്രണ്ട് ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് വാഹനം നിർത്തുവാനായിട്ട് സാധിക്കും. അതിന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ വലത്തെ കാലെടുത്ത് ഫുട് ബ്രേക്കിൽ വെക്കുക. ഇനി നമുക്ക് വാഹനം മുന്നോട്ടെടുക്കുന്നതിന് മുന്നേ ആയിട്ട് കൃത്യമായിട്ട് നിങ്ങൾ വാഹനത്തിൻ്റെ സൈഡ് സ്റ്റാൻഡ് മാറ്റി വെക്കുക. ഇപ്പോൾ സൈഡ് സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ, അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാം. ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, അതിനോടൊപ്പം തന്നെ ക്ലച്ചിൽ നിന്ന് കൈ അയക്കുന്നു. അപ്പോൾ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും സാവധാനത്തിൽ ക്ലച്ചിൽ നിന്ന് കൈ അയക്കുകയും അതിനോടൊപ്പം ആക്സിലറേറ്ററും കൂടെ കൊടുത്ത് വേണം നിങ്ങൾ വാഹനം മുന്നോട്ടെടുക്കാൻ. കണ്ടില്ലേ, ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. വണ്ടി മെല്ലെ മുന്നോട്ട് നീങ്ങുന്നുണ്ട്. ഓക്കെ, വീണ്ടും വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് പിടിക്കുക, വണ്ടിയുടെ ബാക്കിൽ ഫുട് ബ്രേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ടിനായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഫ്രണ്ട് ബ്രേക്കും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും വാഹനം മുന്നോട്ടെടുക്കാം. ഇപ്പോൾ ഓൾറെഡി വണ്ടി ഒരു ഇറക്കത്തിലാണ്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ബ്രേക്കിൽ നിന്ന് അയച്ചപ്പോൾ തന്നെ വണ്ടി
റണ്ണായി. ബൈക്കിലെ ഫുഡ് ബ്രേക്ക് ഞാൻ ഇത് വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് വാഹനം മുന്നോട്ടെടുക്കാം. അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മുന്നോട്ടെടുക്കുകയാണ്. ചെറുതായിട്ട് ആക്സിലറേറ്റർ മുന്നോട്ട് കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മുന്നോട്ട് എടുക്കുന്നു. നിങ്ങളുടെ ഇടത്തെ കാല് കൊണ്ട് ഈ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യുക, വലത്തെ കാല് നിങ്ങൾ ഈ ഒരു തരത്തിൽ ബ്രേക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വണ്ടി നിർത്തുവാനായിട്ട് സാധിക്കും. തുടക്കത്തിൽ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഒരു ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യുക. വീണ്ടും ഞാൻ വണ്ടി മുന്നോട്ടെടുക്കാം. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു, വണ്ടി മുന്നോട്ട് നീങ്ങി. ഇനി വണ്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് നിങ്ങൾ ക്ലച്ച് പിടിച്ച് കൊടുക്കുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ബൈക്കിലെ ഫുഡ് ബ്രേക്ക് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സപ്പോർട്ടിനായിട്ട് ഫ്രണ്ട് ബ്രേക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളതും കൂടെ ഒന്ന് കൊടുക്കുക. ഓക്കെ, വീണ്ടും നമുക്ക് വണ്ടി മുന്നോട്ടെടുക്കാം. ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു. ഓക്കെ, വണ്ടി റണ്ണായി. തുടക്കത്തിൽ ഒരു ഗ്രൗണ്ടിൽ ഈ ഒരു തരത്തിൽ നിങ്ങൾ ജസ്റ്റ് ഫസ്റ്റ് ഗിയറിൽ തന്നെ വാഹനം ഓടിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്കൊരു ഹാൻഡിൽ ബാലൻസ് കിട്ടുവാനായിട്ട്. ഒരു കാരണവശാലും മെയിൻ റോഡിലല്ല നിങ്ങൾ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചെറിയൊരു ഗ്രൗണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് ഗ്രൗണ്ടിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലാണ് വാഹനം പോകുന്നത്. ഇനി നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആക്സിലറേറ്റർ കൊടുത്ത് നല്ല രീതിയിൽ വണ്ടിക്ക് മൂവ് ആക്കുക, ആക്സിലറേറ്റർ കുറയ്ക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കുന്ന അവസരങ്ങളിലാണ് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുത്ത് ക്ലച്ചിൽ നിന്ന് അയച്ച് വണ്ടി മുന്നോട്ടെടുക്കുന്നത്. എന്നാൽ അതിന് ശേഷം നമ്മൾ ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അതിൻ്റെ ആവശ്യമില്ല. വണ്ടിക്ക് മൂവ് ആക്കിയതിന് ശേഷം അടുത്തൊരു ഗിയർ ഇടാം. നിങ്ങളെ കാണിച്ചു തരാം. ഇത് ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. ഇത് ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് പോകുന്നത്. വീണ്ടും നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലച്ച് പിടിക്കുക. ഇതേ സെക്കൻഡ് ഗിയർ കൊടുക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ വന്നു വണ്ടി. ഓക്കെ, വീണ്ടും ഞാനിത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കുന്നു, ആക്സിലറേറ്റർ കുറയ്ക്കുന്നു, ക്ലച്ച് പിടിക്കുന്നു. ഇത് ഫോർത്ത് ഗിയർ കൊടുത്തു. ഇപ്പോൾ നാലാമത്തെ ഗിയറിലാണ് വണ്ടി പോകുന്നത്. ഓക്കെ, വീണ്ടും നമുക്ക് വണ്ടിക്ക് മൂവ്മെൻ്റ് ആക്കിയിട്ട് അടുത്തൊരു ഗിയർ കൊടുക്കാം. ആക്സിലറേറ്റർ കൊടുക്കുന്നു, വണ്ടിക്ക് മൂവായി അടുത്തൊരു ഗിയർ കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് ഓരോ ഗിയറും മുന്നോട്ടിട്ട് ഒരു വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞാനിപ്പോൾ സെക്കൻഡ് ഗിയർ കൊടുത്തു. നമുക്ക് ഓരോ ഗിയറും മുന്നോട്ട് ഇടണം. ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് ഗിയറിലേക്ക് തേർഡ് ഗിയറിലേക്കൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് വേണം ഓരോ ഗിയറും ഞാൻ മുന്നോട്ടിട്ട് കൊടുക്കാൻ. എന്നാലേ നമുക്ക് ഓരോ ഗിയർ ഇടുവാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. ചെറിയൊരു ഇറക്കമാണ്. എൻ്റെ കാലിതേ മെല്ലെ ബ്രേക്കിലുമുണ്ട്, ബാക്കിലെ ഫുഡ് ബ്രേക്കിലുണ്ട്. തേർഡ് നമുക്ക് വളരെ സിമ്പിളായിട്ട് കൊടുക്കാം. അതിനായിട്ട് എന്ത് ചെയ്യണം? ക്ലച്ച് പൂർണ്ണമായിട്ടും പിടിക്കുക. ജസ്റ്റ് ആ ഉപ്പൂറ്റി കൊണ്ട് അടുത്തൊരു ഗിയർ ഇട്ട് കഴിഞ്ഞാൽ തേർഡ് ഗിയർ വീണു. ഇപ്പോൾ തേർഡ് ഗിയറിലാണ് വാഹനം പോകുന്നത്. വീണ്ടും നമുക്ക് ഫോർത്ത് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലച്ച് ഒന്ന് പിടിച്ച് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? ഉപ്പൂറ്റി കൊണ്ട് ഒന്നും കൂടെ താഴോട്ടിട്ട് കൊടുക്കുക. ഇപ്പോൾ ഫോർത്ത് ഗിയറിലാണ് വാഹനം പോകുന്നത്. നാലാമത്തെ ഗിയറിൽ വണ്ടി പോകുന്നു. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ ഗിയറും നമുക്ക് മുന്നോട്ടിട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി ഗിയർ ഡൗൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടില്ല, ഇപ്പം ഞാൻ തേർഡ് ഗിയർ കൊടുത്തു. നമ്മളുടെ കാലിൻ്റെ മുൻവശം കൊണ്ട് ഗിയർ ലിവറിൻ്റെ തൊട്ട് അടിയിലേക്ക് ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഗിയറും ഡൗൺ ചെയ്യാം. ഞാനിത് വീണ്ടും ഡൗൺ ചെയ്തു. ഓക്കെ, വീണ്ടും ഒന്നും കൂടെ ഡൗൺ ചെയ്യാം. കണ്ടില്ലേ? നമുക്ക് ക്ലച്ച് പിടിക്കുക. ഞാൻ ഫസ്റ്റ് ഗിയറിലേക്ക് വന്നു. വാഹനം ഇത് ക്ലച്ച് പിടിച്ച് ബ്രേക്ക് പിടിച്ച് വാഹനം നിർത്തി. അപ്പോൾ ഈ ഒരു തരത്തിലാണ് നമ്മൾ ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യേണ്ടത്. ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അടുത്ത ദിവസം തീർച്ചയായിട്ടും ചെയ്ത് കാണിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് വാഹനം ഓടിച്ചൊന്ന് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ചില വാഹനങ്ങളിലുള്ള ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ ഈ ഒരു തരത്തിലാണ് ഉള്ളത്. കാരണം ഈ ബൈക്കിലേക്കുള്ള ഒരു ലിവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലേ സാധിക്കത്തുള്ളൂ. ചില വാഹനങ്ങളിൽ അങ്ങനെ ഒരു സംവിധാനമുണ്ട്. നമ്മൾ ഗിയർ അപ്പ് ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഡൗൺ ഷിഫ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇങ്ങനെ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഫസ്റ്റ് ഗിയർ കൊടുത്ത് വാഹനം മുന്നോട്ടെടുക്കാം. നിങ്ങൾ നോക്കുക, ഞാനിത് ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നു, ക്ലച്ചിൽ നിന്ന് അയക്കുന്നു, വണ്ടി മുന്നോട്ടെടുക്കുന്നു. കണ്ടില്ലേ? ഫസ്റ്റ് ഗിയറിൽ വാഹനം മുന്നോട്ട് എടുത്തു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആക്സിലറേറ്റർ കൊടുത്ത് വണ്ടിക്ക് റണ്ണാക്കുക, ക്ലച്ച് പിടിക്കുക, സെക്കൻഡ് കൊടുക്കുക. കണ്ടില്ലേ? കാലിൻ്റെ ഉപ്പൂറ്റി കൊണ്ട് ഞാൻ സെക്കൻഡ് കൊടുത്തു. വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. വണ്ടി ഓൾറെഡി റണ്ണിങ്ങിലാണ്, ക്ലച്ച് പിടിക്കുക. വീണ്ടും അടുത്തൊരു ഗിയർ കൊടുത്തു, തേർഡ് ഗിയർ കൊടുത്തു. വീണ്ടും ആക്സിലറേറ്റർ കൊടുക്കുക. ഓൾറെഡി വണ്ടി റണ്ണിങ്ങിലാണ്, ക്ലച്ച് പിടിക്കുക, അടുത്തൊരു ഗിയർ കൊടുക്കുക. നമുക്ക് ഓരോ ഗിയർ മുന്നോട്ട് ഇടുന്ന അവസരങ്ങളിൽ മൂവ്മെൻറ്റിൽ ഇട്ടാലുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഓൾറെഡി വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു റണ്ണിങ് കിട്ടും. വണ്ടി ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആ ഒരു സമയത്ത് നമുക്ക് ജസ്റ്റ് ഇത് ക്ലച്ച് പിടിച്ചിട്ട് ഈ ഒരു തരത്തിൽ ഗിയർ ഇട്ട് കൊടുക്കുവാനായിട്ട് സാധിക്കും. അത് ഗിയർ അപ്പ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് കുറേ കൂടി എളുപ്പത്തിൽ ഗിയർ ചേഞ്ച് ചെയ്ത് വാഹനം ഓടിക്കാൻ കഴിയുന്നതാണ്. ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്കിപ്പോൾ വാഹനം മുന്നോട്ട് എടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വാഹനം ഓടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്, ഒരു എക്സ്പേർട്ടായിട്ട് ബൈക്ക് ഓടിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൂട്ടത്തിൽ ഇരുത്തിയതിന് ശേഷം നിങ്ങൾ ചെറിയൊരു ഗ്രൗണ്ടിൽ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യുക. ഒറ്റയ്ക്കുള്ള ഒരു പ്രാക്ടീസ് ഒരിക്കലും ടൂ വീലർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല.
നിങ്ങളുടെ സുഹൃത്തുക്കളെ ആരെങ്കിലും കൂട്ടത്തിൽ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ലേണേഴ്സൊക്കെ എടുത്തതിന് ശേഷം മാത്രമേ നിങ്ങൾ വാഹനം ഓടിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം മറ്റൊന്നുമല്ല, പോലീസോ അല്ലെങ്കിൽ MVD ഉദ്യോഗസ്ഥരോ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്ന പേരിൽ നിങ്ങൾക്ക് പോലീസ് കേസുകളോ അല്ലെങ്കിൽ MVD പരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ലേണേഴ്സൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുവാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. മറ്റൊരു വീഡിയോയിൽ ബൈക്കിൻ്റെ ഗിയർ ഡൗൺ ഷിഫ്റ്റ് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വണ്ടി ഓടിച്ച് തന്നെ തീർച്ചയായിട്ടും ചെയ്തിരുന്നതാണ്. നിങ്ങൾ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, എനിക്ക് മറ്റൊരു ചാനലുണ്ട്, നിങ്ങൾക്കറിയാം, ഗുഡ്സൺ കട്ടപ്പന വ്ളോഗ്സ് എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. ആ ചാനലിൽ ഞാൻ മോട്ടോ വ്ളോഗുകളൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ചെറിയ സ്ഥലങ്ങളൊക്കെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ടുള്ള മോട്ടോ വ്ളോഗാണ് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ആ ചാനലും കൂടെ എല്ലാവരും ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നൽകുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും വീണ്ടും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. ഓക്കെ, ബൈ.